എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാന്തൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് രാവിലെ തന്നെ നമ്മൾ ഇവിടെ മുനമ്പത്ത് വന്നേക്കാണ്. കുറച്ച് ഫിഷൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഫിഷ് വാങ്ങിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് മുനമ്പത്തെ ബാക്കിയുള്ള മുനമ്പ ഹാർബറിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇത് കണ്ട ഇവിടെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് വാങ്ങിക്കണ ഫിഷിൻ്റെ കുറച്ച് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മുനമ്പം ഹാർബറിൽ ആണ് വന്നിക്കണേ. ഇതേവിടെ നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ അവിടെ കുറേ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ അയ്യോ എൻ്റെ കൂടെയുള്ള ആൾക്കാർ പോയില്ല. അയ്യോ അപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടെ കുറേ മീനുകളൊക്കെ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. അതിവിടെ എന്താണ് മീനുള്ളത്? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിത് മുനമ്പത്ത് വന്നേക്കാണ്. മുനമ്പത്ത് രാവിലെ തന്നെ നമ്മൾ വന്നപ്പോൾ അവർ മീൻ പിടിച്ചിട്ട് വിൽക്കാനായിട്ട് കൂട്ടിയിട്ടിക്കണതാണ് ഈ കാണുന്നത്. അതോ ഇനി കൊടുത്തേക്കണതാണോന്ന് അറിയില്ല. ഇവിടെ ഫുള്ള് ഇവിടെ മീനാണ്. എൻ്റെ പൊന്നെ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും മീൻ കാണണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മുടെ അവിടെ കാണുന്ന ചാളമീനാണ് ഈ അടക്കിയിട്ടേക്കണേ കേട്ടോ. എന്തോരാണെങ്കിൽ പിന്നെ നമ്മുടെ അവിടെ വരുന്ന കിളിമീൻ, അതാ കിടക്കുന്നത് കിളിമീനാണ്. ചെറിയ സൈസ് കിളിമീനാണ് കേട്ടോ. അപ്പം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് ഇതിവിടെ വന്നുകൊണ്ടിരിക്കണേ കേട്ടോ. അത് ഇവിടെ ഈ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിറയെ ഫിഷിംഗ് ബോട്ടാണ് ഈ സൈഡിലൂടെ കിടക്കണേ കേട്ടോ. അപ്പോൾ ഇത് ഓലക്കുടിയൻ എന്ന് പറയുന്ന മീനാണ്. നമ്മുടെ അവിടെ ഓലക്കുടിയൻ എന്നൊക്കെ പറയും. കണ്ടോ, വളരെ അയ്യോ എനിക്ക് എന്താ പോലെ തോന്നുന്നു. കാരണം ഇത്ര മീൻ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. എന്താ പറയണ്ടേന്ന് അറിയില്ല. പിന്നെ ഇത് ഇവിടെ ഒരു കൊമ്പൻ സ്രാവ് എന്നാണ് ഇവിടെ പറയണേ. അപ്പോൾ ഇത് ഒരു വലിയ കൊമ്പൻ സ്രാവ് രണ്ടെണ്ണം ഇവിടെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ചാളമീൻ, പിന്നെ കിളിമീൻ, അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കിളിമീനാണ് ഇവിടെ നിറയെ അവിടെ കിടക്കണേ കേട്ടോ. അയ്യോ ഒരു രക്ഷയില്ല. അത് അവിടെ രാവിലെ മീൻ വാങ്ങിക്കാൻ വന്ന ആൾക്കാരൊക്കെ, പിന്നെ എക്സ്പോർട്ടിങ്ങിനുള്ള ഫിഷ് വണ്ടികളൊക്കെ അവിടെ വന്ന് അവരതിലൊക്കെ കയറ്റി നിറയ്ക്കുന്നുണ്ട് ബോക്സിലൊക്കെ ആയിട്ട്. എന്താല്ലേ ഇത്ര പേർക്ക് മീൻ, എൻ്റെ ദൈവമേ. ഇത്രയൊക്കെ എന്താ പറയാ മീനിൻ്റെ ഇത് നമ്മുടെ കടലിലുണ്ടല്ലോ അല്ലേ. പൊന്നേ, ഇത്ര മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്മെല്ലുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റായിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയൊക്കെ കിടക്കണം. അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് മീൻ കൊണ്ടുവന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അവർ വയ്ക്കുന്നുണ്ട്. ഇതേ പിന്നെ നമ്മൾ തെരണ്ടി എന്ന് പറയുന്ന മീനാണ്. നമ്മൾ തെരണ്ടി ചെറുതൊക്കെ കണ്ടിട്ടുള്ളൂ. തെരണ്ടി വലിയ തെരണ്ടികൾ, അയ്യോ ഇതിൽ വലിയ തെരണ്ടി വേറെ അവിടെ കിടക്കുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അയ്യോ ഇത് ഈ തെരണ്ടി എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. ഇത് കൊമ്പൻ സ്രാവാന്ന് തോന്നണേ കേട്ടോ. കൊമ്പൻ സ്രാവാന്ന് തോന്നുന്നു. അത് നമ്മുടെ അവിടുത്തെ പെടയില 20 പറഞ്ഞതിൽ എഴുതി കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. പിന്നെ ഇത് വേറെ ഏതോ ഒരു വലിയ മീനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പേരൊന്നും അറിയില്ല. ചേട്ടത്തെ ഏതാ മീൻ ഈ കിടക്കുന്നതൊക്കെ? ഇതാണ് നെയ്മീൻ എന്ന് പറഞ്ഞ മീൻ കേട്ടോ. നെയ്മീൻ ഇവിടെ 1100 രൂപയാണ് കിലോ റേറ്റ് വരണേ. നമ്മുടെ അവിടെ വരുമ്പോൾ ചിലപ്പോൾ റേറ്റൊക്കെ മാറുമായിരിക്കും. ഇത് ഇവിടെ പിന്നെ കുറേ മീനുകൾ ബോക്സിലൊക്കെ ആയിട്ട് ഇവിടെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നെയ്മീനിൻ്റെ റേറ്റ് നമുക്ക് മാറിപ്പോയിട്ടാണ്. ഇതൊരു കിലോയ്ക്കാണ് 1150 പറയണേ. അപ്പോൾ ഈ ഒരു മീൻ എന്ന് പറയുന്നത് ഒരു
10 കിലോ ഒക്കെ ഉണ്ടാവും എന്നാണ് അവർ പറയണത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഞാനത് ഒന്നും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നുപോയി ഈ മീനെ കണ്ടപ്പോൾ. വേറെ ഒന്നുമല്ല, 13,000 രൂപയുടെ മീനാണ് ഈ കിടക്കണേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? അപ്പോൾ നമുക്ക് ഞണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞണ്ട് നോക്കി നടക്കാണ്. അപ്പോൾ ഞണ്ട് കാണാനില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ഇവിടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീനൊക്കെ വാങ്ങിച്ചതും പിന്നെ കൊണ്ടുപോകാനുള്ള മീനിലൊക്കെ ബോക്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഐസ് വാരിയിടണം കാണണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹാർബർ, ഇത് നീളത്തിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ആണ് പണിതിട്ടേക്കാണ്. മീനുകൾ വന്ന് ബോട്ടിൽ നിന്ന് ഇറക്കി സ്റ്റോർ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഓരോ മീനുകൾ കാണുമ്പോൾ നമുക്ക് ചിരിച്ചിരിച്ച് മീനുണ്ടായി കിടക്കണേ. ഇത് മറ്റേ സാധനമല്ലേ, കൂന്തലല്ലേ, കൂന്തല്. ഞണ്ടത് ചെറിയ ഞണ്ട. ഇതെനിക്ക് തോന്നുന്നത് മീനിൻ്റെ വേസ്റ്റ് ആണോ എന്നറിയില്ല. അത് ഇനി ഇപ്പം എന്താ പറയുക, നമ്മുടെ അവിടെ പറഞ്ഞ ഉണക്ക് മീൻ ഉണക്കിയിട്ട് വരുന്ന സാധനമാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. വളരെ ഒരു മോശമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കണേ. ഇതുകൊണ്ട് ഇതൊക്കെ കളയാനുള്ളതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ മീനെന്ന് പറയുന്നതേ നമ്മുടെ പൊടിക്കാൻ പോണതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൃഷിക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാനാണോ എന്തിനാണെന്നറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. ഇതൊന്നും വിൽക്കാനുള്ളതല്ല, നമ്മുടെ വളമാക്കി പൊടിക്കാൻ വേണ്ടി കയറി പോണ സാധനങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. അത് തന്നെ കുറേ ഉണ്ട്. എന്തുമാത്രം മീനാലേ. ഇതൊക്കെ നല്ല മീനാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. നല്ലതല്ല. ഇതിലും ചീത്ത മീനുകളുണ്ട്, അതായത് വയറ് പൊട്ടിയതും അങ്ങനെ ചീത്തയായ സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ഈ പൊടിക്കാൻ പോണ സാധനങ്ങളാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡിൽ കുറച്ച് നല്ലതൊക്കെ ഇരിക്കുന്നുണ്ട്. ഓടിക്ക് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ബോക്സൊക്കെ നമ്മുടെ മേത്തുകൂടെ അവർ കയറ്റി കൊണ്ടുപോയിട്ടാ. ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചു കൂന്തലാന്ന് വിചാരിച്ചത് ഈ മീൻ. പക്ഷെ ഇവർ കണവാന്നാണ് പറഞ്ഞത് കേട്ടോ. കണവാന്ന് പറഞ്ഞ മീനാണ് ഈ കാണുന്നത്. അതിൻ്റെ തന്നെ വേറെ സൈസ് ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട്. കണവ, എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല വില കൂടിയ മീനാണോ എന്നൊരു ഡൗട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് കണവ തന്നെയാണ്. ആ കണവ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന മീനാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് അവരവിടെ ക്ലീൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയാറില്ല. മുനമ്പം ഹാർബറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നോക്കി നടന്നെ ഇന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായി പോകും. കാരണം മൊത്തം ഐസും ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ചിലപ്പോൾ ഒന്ന് ചവിട്ടിയാൽ സ്ലിപ്പായി പോകും. വീണാൽ തന്നെ നല്ല സുഖമുണ്ടാവും. നമ്മുടെ കൂടെ അപ്പുണ്ട്, 3-4 പേരും കൂടെ വേറെ ഉണ്ട്, മാമനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മീൻ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയിക്കണം. അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്യണ എൻ്റെ അവിടേക്ക് പോവാം. ഇവിടെ മീൻ കട്ട് ചെയ്യണതൊക്കെ ചേച്ചിമാരാണ്. ഞാൻ പോരുന്ന വഴിക്ക് കണ്ടത് ചേച്ചിമാരാണ്. എന്നാ സ്പീഡിലാന്ന് പറയുക, കറക്റ്റ് അളവിലാണ് ചേച്ചിമാരത് കട്ട് ചെയ്യണേ. എനിക്ക് മീൻ വാങ്ങിക്കാൻ വന്നിട്ട് ഭയങ്കര കൺഫ്യൂഷനായി. കാരണം വെച്ചാൽ നമ്മൾ ഈ കുറച്ച് മീനല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ അവിടെ മീൻകാരൻ കൊണ്ടുവരുന്ന 5 അല്ലെങ്കിൽ 2-3 സൈസ് മീൻ. ഇതെന്ന് പറയണത് ഒരു കൂള് മൊത്തം പല സൈസിൽ പല മീനുകൾ കൊണ്ടു വെച്ചിട്ട് നമുക്ക് ഏത് വാങ്ങിക്കണ്ടേന്നൊരു ഇവിടത്തില്ല. ഇതാണോ നല്ലതെന്ന് നോക്കിയപ്പോൾ അടുത്ത സൈഡിൽ നോക്കുമ്പോൾ അതിനേക്കാളും നല്ലതാണ് വേറെ അവിടെ ഇരിക്കും. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി നമുക്ക് ഏതെടുക്കണ്ടേന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന വാങ്ങിക്കുകയാണെങ്കിൽ മീനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു ചെമ്മീൻ 1 കിലോ എടുത്തത് 280 രൂപയാണ്. നമ്മുടെ അവിടെ 300 സംതിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മീൻ കൂടുതലൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. എല്ലാ തവണയും പറയുമ്പോൾ പോലെ തന്നെ
വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ.